നമ്മള് മറിച്ചുകുത്തിയാൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നണി അനായാസമായിട്ട് 71 എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് എത്തും. അതൊരിക്കലും സംഭവിക്കാനേ പാടില്ല. BJPയിലെ തന്നെ ചില പിതൃശൂന്യരായിട്ടുള്ള ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. BJP ജയിക്കില്ല എന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ വോട്ട് ആർക്ക് കുത്തണം എന്നുള്ള ഉപദേശവുമായിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞാല് ചാണക്യതന്ത്രം. മുസ്ലിങ്ങൾക്ക് ഈ മുസ്ലിം വർഗീയ ശക്തികൾ ഭരണത്തിൽ വന്നാലുള്ള ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വർഗീയ ശക്തികൾക്ക് കുറച്ചുകൂടെ ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോഴായിരിക്കും. നമസ്കാരം. അപ്പോ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ ഹൈന്ദവരും ക്രൈസ്തവരും അതുപോലെ തന്നെ രാജ്യസ്നേഹികളായിട്ടുള്ള വളരെ കുറച്ച് മുസ്ലിങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹൈന്ദവരെയും ക്രൈസ്തവരെയും സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലനിൽപ്പിനായിട്ടുള്ള അല്ലെങ്കിൽ അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അങ്ങനെ പറഞ്ഞ് മുസ്ലിങ്ങളെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഈ മുസ്ലിം വർഗീയ ശക്തികൾ ഭരണത്തിൽ വന്നാലുള്ള ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് ഈ മുസ്ലിം വർഗീയ ശക്തികൾക്ക് കുറച്ചുകൂടെ ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോഴായിരിക്കും. അതായത് ഈ ജിഹാദികളുടെയൊക്കെ കണക്കിൽ പറഞ്ഞാല് 2047 ആവുമ്പോൾ. അപ്പോ മിഷൻ 2047 എന്ന് പറയുന്ന അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാതിരിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ് എന്നുള്ള ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത്രയും പറയാൻ കാരണം BJPയിലെ തന്നെ ചില ബുദ്ധിജീവികൾ, അതാരുടെയെങ്കിലും അച്ചാരം വാങ്ങിയിട്ടാണോ എന്നറിയില്ല, എന്നാലും അത്തരം ചില ബുദ്ധിജീവികളും ഇടത് വലത് മുന്നണികളും ഇറങ്ങിയിട്ടുണ്ട്. BJP ജയിക്കില്ല എന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ ആർക്ക് വോട്ട് കുത്തണം എന്നുള്ള ഉപദേശവുമായിട്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് എത്ര വിശ്വാസമുള്ളവരാണെങ്കിലും ഇത്തരം നിർദ്ദേശവുമായിട്ട്, അതായത് മറ്റേതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്ത് പാഠം പഠിപ്പിക്കാം എന്നുള്ള ചാണക്യതന്ത്രവുമായിട്ട് വരികയാണെങ്കിൽ അവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. മാത്രമല്ല, അവര് പറയുന്നത് പോലെ വോട്ട് മറിച്ചാല് ഉറപ്പിച്ചോ അത് നമ്മളുടെ തന്നെ കുഴി തോണ്ടുന്ന നടപടിയായിരിക്കും. ഇങ്ങനെ പറയാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വോട്ട് മറിച്ചാല് ഒരു തീവ്ര ഹിന്ദു വിരുദ്ധനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഹിന്ദു വിരുദ്ധനെ ജയിപ്പിക്കലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തേത്, ജയിക്കുമോ തോൽക്കുമോ എന്ന് നോക്കി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രം നമ്മൾ BJPക്ക് വോട്ട് ചെയ്താല് സത്യത്തില് കേരളത്തില് BJPയുടെ വളർച്ച മുരടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ധാരാളം ഉദാഹരണങ്ങളും ഉണ്ട്. അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലം തന്നെ എടുക്കാം. അവിടെ വെറും 1 ലക്ഷം മാത്രം വോട്ടുണ്ടായിരുന്ന BJP ആ മണ്ഡലത്തെ A ക്ലാസ് മണ്ഡലമായിട്ട് പോലും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് സുരേഷ് ഗോപി വരുന്നത്. അന്നും ആദ്യ തവണ 3 ലക്ഷത്തിൽ ഒതുങ്ങിപ്പോയി. പക്ഷേ അതോടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വന്നു. അങ്ങനെ പിന്നെയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ സാധാരണക്കാരായ ജനങ്ങളും ജയസാധ്യതയുള്ള മണ്ഡലമല്ലേ എന്ന് വിചാരിച്ച് BJPക്ക് വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സുരേഷ് ഗോപി വോട്ട് നേടി ജയിച്ച് നമ്മളുടെ പാർലമെന്റിൽ എത്തിയത്. അപ്പോ അന്ന്, അതായത് സുരേഷ് ഗോപി മത്സരിച്ച ആ ആദ്യ തെരഞ്ഞെടുപ്പില് BJP അനുഭാവികള് മറിച്ചു കുത്തിയിരുന്നെങ്കിലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാനും കഴിയില്ലായിരുന്നു. BJPക്ക് ആദ്യ MP ഉണ്ടാവായിരുന്നില്ല. ഹിന്ദു വിരുദ്ധരാണെങ്കിൽ നമ്മളെ കബളിപ്പിച്ച് ജയിക്കുകയും ചെയ്യായിരുന്നു. അതുപോലെ തന്നെ കാണണം നമ്മൾ ഓരോ മണ്ഡലങ്ങളെയും. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്തവണ സാധാരണക്കാരായ ജനങ്ങൾ, അതും കൃത്യമായിട്ട് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പ്രവർത്തകരായിട്ടുള്ളവർ വരെ ഇടത് വലത് മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയവും പ്രത്യക്ഷമായിട്ടുള്ള ഹിന്ദു വിരോധവും കണ്ടിട്ട് സഹി കെട്ടിട്ട് BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഈ ഒരു പാർട്ടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ നേരിൽ അനുഭവിച്ചതാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തില് മാത്രം 150 CPI കുടുംബങ്ങളാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നത്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 400 വോട്ടുകൾ. അവരൊക്കെ ഇപ്പോ ഞങ്ങളുടെ പരോക്ഷ അംഗങ്ങളാണ് കേട്ടോ. അവരെല്ലാം ഇത്തവണ വോട്ട് ചെയ്യുന്നത് NDAക്കാണ്. പക്ഷേ ഇവർക്കൊക്കെ ഇപ്പോ ഇത് പുറത്തു പറയാൻ ഭയമാണ്. കാരണം 51 വെട്ട് എന്ന് പറയുന്ന ഒരു ഭയം ഉണ്ടല്ലോ. ഇത് തൃശ്ശൂരിൽ മാത്രമല്ല, കേരളം ഒട്ടാകെയുണ്ട് ഇത്തരത്തിലുള്ള സംഘങ്ങള്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫലം ഒരു മുന്നണിക്കും പ്രവചിക്കാനേ സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇടത് വലത് മുന്നണികൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോ വർഗീയവാദികളെ കൂട്ടുപിടിച്ച് നടക്കുന്നതും വിറളി പിടിച്ച് നെട്ടോട്ടം ഓടുന്നതും. അതായത് ചുരുക്കി പറഞ്ഞാല് BJP പോലും പ്രതീക്ഷ വെക്കാത്ത മണ്ഡലങ്ങളിൽ ചിലപ്പോ BJPക്ക് ജയമുണ്ടായി എന്ന് വരാം. ആ സാഹചര്യത്തില് BJP അനുഭാവികൾ തന്നെ വോട്ട് മറിക്കുക എന്നുള്ള ബുദ്ധിമോശം കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് പറയുന്നത് ഇത്തവണ ഓരോ രാജ്യസ്നേഹിയും തീരുമാനിക്കുക NDAക്ക് വോട്ട് ചെയ്യും എന്ന്. ഓരോ BJPക്കാരനും തീരുമാനിക്കുക ഇത്തവണ മറിച്ചു കുത്തില്ല എന്ന്. ഇവിടെ ഈ കേരളത്തിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മൾ ഓരോരുത്തരും ചില ക്ഷുദ്ര ശക്തികളുടെ വലയിൽ വീഴില്ല എന്നുറപ്പിച്ചാല്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തില് പല സ്ഥലങ്ങളിലും BJPക്ക് ജയിക്കാൻ കഴിയാതിരുന്നത് അണികൾക്കിടയിൽ ഈ കൺഫ്യൂഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയെടുത്ത് 2 പാർട്ടികളും ചേർന്ന് വോട്ട് അടിച്ചു മാറ്റിയതുകൊണ്ടാണ്.
വീര്യം കൂടിയ ഹിന്ദു വിരുദ്ധനെ തോൽപ്പിക്കാൻ വീര്യം കുറഞ്ഞ ഹിന്ദു വിരുദ്ധന് വോട്ട് നൽകിക്കൊണ്ടിരുന്നാല് എല്ലാ കാലത്തും അത് മാത്രം ചെയ്യാനേ നമുക്ക് സമയമുണ്ടാവൂ. ഹിന്ദു വിരുദ്ധൻ അപ്പോഴും ഈ ഭരണത്തിൽ തന്നെ ഉണ്ടാവും. മാത്രമല്ല, ഇടതും വലതും ഭായിയായി പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ് ആ വോട്ട് പോവുക എന്ന് മാത്രം ഓർക്കുക. കേരളം BJP ഭരിക്കുന്നതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം, അല്ലാതെ വോട്ട് മറിക്കലായിരിക്കരുത്. ഹിന്ദു വിരുദ്ധർക്ക് കൊള്ളണം എന്നുണ്ടെങ്കിൽ ഓരോ വോട്ടും BJPക്ക് തന്നെ കൃത്യമായിട്ട് വീഴണം. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം യുവ നേതാക്കള്, അവരൊന്നും A ക്ലാസ് മണ്ഡലങ്ങളിലല്ല മത്സരിക്കുന്നത്. അവർക്ക് ആ മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അതൊരു A ക്ലാസ് മണ്ഡലമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ എല്ലാ കാലവും BJP കേരളത്തിൽ വളരുന്നില്ലേ എന്നും പറഞ്ഞ് പരിഹസിച്ച് പരിതപിച്ച് ഈ ഹിന്ദു വിരുദ്ധർക്ക് മാറി മാറി വോട്ട് ചെയ്ത് നമുക്ക് കരയാം. ഒപ്പം സ്വന്തം ശവക്കുഴിയും തോണ്ടാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP വോട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് BJPക്ക് തന്നെ കൊടുത്താല് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു 18 മുതൽ 20 വരെ സീറ്റുകൾ BJP നേടും. അതോടെ തൂക്കുമന്ത്രിസഭ ഉണ്ടാവും. പക്ഷേ നമ്മൾ മറിച്ച് വോട്ട് കുത്തിയാൽ എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു മുന്നണി, അത് ഏതാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരു മുന്നണി അനായാസമായിട്ട് 71 എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് എത്തും. അതൊരിക്കലും അനുവദിക്കാനേ പാടില്ല. BJPയുടെ ചൊൽപ്പടിക്ക് ഭരിക്കുന്ന മന്ത്രിസഭയായിരിക്കണം കേരളത്തിൽ അടുത്തതായിട്ട് വരേണ്ടത്. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വോട്ട് മറിക്കാതിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. മാത്രമല്ല, നിങ്ങൾ ഇന്ന് തൊട്ട് വിചാരിച്ചാൽ തന്നെ കേരളത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് പരിചയമുള്ള ഓരോ കുടുംബങ്ങളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുക. BJPക്കാരോട് പറയുക വോട്ട് മറിക്കരുത് എന്ന്, അല്ലാത്തവരോട് പറയുക NDAക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന്. എന്നിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളുടെ ശക്തി തെളിയിച്ചു കൊടുക്കുക. അപ്പോ നന്ദി, നമസ്കാരം.